ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ റബ്ബിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് ഉറച്ച് വിശ്വസിക്കുന്നവൻ മാത്രമാണ് മുസ്ലിം. അല്ലാത്തവന് ഇതില്ലെന്ന് രാജിവെച്ച് പുറത്തേക്ക് വഴിനോക്കി പോരാം. വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഖബറിൽ ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സഹോദരി, സഹോദര, എന്ത് മറുപടി പറയാനാണ് കണ്ടുവച്ചിട്ടുള്ളത്? നിന്റെ റബ്ബാരാണ് ചോദിക്കുന്നത്. എന്റെ റബ്ബ് അള്ളയാണ്. പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയണമെങ്കിൽ ആ അള്ള പറഞ്ഞതുപോലെ ജീവിച്ച് മരിച്ചു പോയവനെ കഴിയും, അല്ലാത്തവനെ പറയാൻ കഴിയും. നിന്റെ ദീനേതായിരുന്നു, നീ ആദർശമാണ് ജീവിച്ചതെന്ന് പറയുമ്പോ എന്റെ ദീൻ ഇസ്ലാമായിരുന്നു വന്ന മണിമണിയായി പേടിയില്ലാതെ പറയാനാകണമെങ്കിൽ ദീനനുസരിച്ച് ജീവിച്ചവനെ കഴിയൂ. അല്ലാതെ ദീനില്ലെന്ന് എനിക്ക് തോന്നിയതൊക്കെ എടുക്കുക, എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ കാറ്റിൽ പറത്ത ആ നയം സ്വീകരിച്ചവന് ഖബറിൽ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ കഴിയില്ല. റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ അതെന്റെ മുത്തുനബിയാണ്, ഞാൻ ഫോളോ ചെയ്തിരുന്ന എന്റെ പ്രവാചകനാണെന്ന് പറയാൻ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയൂ, അല്ലാത്തവർക്ക് അതിന് കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിനെ വെറുതെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ മുഹമ്മദ് മുസ്തഫയുടെ ജീവിത ചർച്ചകളോടൊക്കെ ഉച്ചവും പരിഹാസവും കാണിച്ചവനെ ഖബറിൽ മറുപടി പറയാൻ കഴിയുമോ? കഴിയൂല സഹോദരി, കഴിയൂല സഹോദര. ഇത് അധികമൊന്നും കാലമില്ല. ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജുമഅയിൽ ഒരു വേള ഞാനോ നിങ്ങളോ ഇവിടെ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ഖബറിലെത്തിയാൽ വരാൻ പോകുന്ന ശരിയായി പറയുന്നു. ആലോചിച്ച് നോക്കണം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത അക്രമി ആരെന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന മറുപടി ഏറ്റവും കടുത്ത അക്രമി ആരുണ്ട്? മിമ്മൻ ദുഃഖിറ, അല്ലാഹുവിനെ കുറിച്ച് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അതിൽ നിന്നത് കേൾക്കാത്തവനെ പോലെ നീ കൂടെ കേട്ട് നീ കൂടെ തിരിഞ്ഞുകൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാന്റെ ഭാഗത്തേക്കാൾ വീണ്ടും ജീവിതം തിരിച്ചുവിടുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ 2 സ്ഥലത്താണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വെള്ളിയാഴ്ച സുബഹിക്ക് ഓതുന്ന സൂറത്ത് സജദയിലാണെങ്കിൽ, മറ്റൊന്ന് അതേ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലാണ്. എന്നിട്ട് നമ്മൾ ചിന്തിച്ചോ? എന്നിട്ട് നമ്മൾ ആലോചിച്ചോ? അങ്ങനെ എത്ര കേട്ടതായ ഞങ്ങൾ എത്ര ആയത്ത് കേൾക്കുന്നു, ഞങ്ങൾ എത്ര ആയത്ത് കേൾക്കുന്നു, അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്കൊരു ലൈനിൽ ഞങ്ങളെ ഇങ്ങനെ പോകും എന്ന് പറഞ്ഞ ധിക്കാരികളിപ്പോടെ ജീവിക്കുന്ന മനുഷ്യരെ എന്ത് മറുപടി പറയാനാണ് ഖബറിൽ കാത്തിരിക്കുന്നത്?